2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. 2014 മുതൽ ദേശീയ തലത്തിൽ നേരിടുന്ന തകർച്ചയിൽ നിന്ന് കരകയറാൻ പാർട്ടിക്ക് ലഭിക്കുന്ന അവസാനത്തെ അവസരമാണിത്. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും പ്രതീക്ഷിച്ച വിജയം നേടാനാകാത്ത സാഹചര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെയും സംഘടനാ സംവിധാനത്തിന്റെയും ഏറ്റവും വലിയ അഗ്നിപരീക്ഷയായി കേരളം മാറുന്നു. ദേശീയ തലത്തിൽ അതിശക്തമായിരുന്ന കോൺഗ്രസ് ഇന്ന് ഒരു പ്രാദേശിക പാർട്ടിയായി ചുരുങ്ങുകയാണോ? 2014 മുതലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ദേശീയ തിരഞ്ഞെടുപ്പുകളിലെ തോൽവിക്ക് ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാൻ പാർട്ടിക്ക് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്നു. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഭേദപ്പെട്ട പ്രകടനം ഹരിയാനയിലും മഹാരാഷ്ട്രയിലും വോട്ടാക്കി മാറ്റാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല. കേരളത്തിലെ പരാജയം കോൺഗ്രസ് ദക്ഷിണേന്ത്യയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രാദേശിക പാർട്ടിയായി മാറിയെന്നതിന്റെ സ്ഥിരീകരണമാകും. എങ്കിലും 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കോൺഗ്രസിന് അപ്രതീക്ഷിതമായ ഒരു ജീവവായു നൽകി. 29.17% വോട്ടോടെ സംസ്ഥാനത്ത് ഒന്നാമതെത്താൻ പാർട്ടിക്ക് കഴിഞ്ഞു. ഭരണകക്ഷിയായ LDFനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നും UDFന് ഇപ്പോഴും ശക്തമായ സംഘടനാ സംവിധാനമുണ്ടെന്നും ഈ ഫലം തെളിയിക്കുന്നു. എന്നാൽ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ഈ വിജയം നിയമസഭയിലും ആവർത്തിക്കണമെങ്കിൽ കുറ്റമറ്റ പ്രവർത്തനവും ശക്തമായ നേതൃത്വവും അനിവാര്യമാണ്. കോൺഗ്രസ് പ്രചാരണ സമിതിയുടെ സഹാധ്യക്ഷനായ ശശി തരൂർ പാർട്ടിയുടെ ഏറ്റവും വലിയ കരുത്തും അതേസമയം വലിയൊരു പ്രതിസന്ധിയുമാണ്. അദ്ദേഹത്തിന്റെ ദേശീയ പ്രതിച്ഛായയും മികച്ച ആശയവിനിമയ ശേഷിയും യുവാക്കൾക്കിടയിലുള്ള സ്വാധീനവും UDF പ്രചാരണത്തിന് വലിയ മുതൽക്കൂട്ടാണ്. എന്നാൽ അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കുന്നില്ല എന്നത് അദ്ദേഹത്തിന്റെ സ്വാധീനത്തെ പരോക്ഷമാക്കുന്നു. നേരിട്ടുള്ള തിരഞ്ഞെടുപ്പ് ഉത്തരവാദിത്തമില്ലാതെ ഒരു ക്യാമ്പയിൻ നേതാവ് എത്രത്തോളം ഫലപ്രദമാകും എന്ന ചോദ്യം ഉയരുന്നു. ശശി തരൂരിന്റെ ചില നിലപാടുകൾ പാർട്ടിയുടെ ആശയങ്ങളുമായി ഒത്തുപോകുന്നതാണോ എന്ന സംശയം ശക്തമാണ്. കോൺഗ്രസ് എതിർക്കുമ്പോഴും BJP സർക്കാരിന്റെ പദ്ധതികളെ അദ്ദേഹം പ്രശംസിക്കാറുണ്ട്. പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രസ്താവനകളെ തള്ളിപ്പറയാൻ പാർട്ടി നിർബന്ധിതരാകുന്നു. ഓപ്പറേഷൻ സിന്ദൂർ വിവാദവും രാഹുൽ ഗാന്ധിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഇതിനുദാഹരണമാണ്. അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രപരമായ പ്രതിബദ്ധതയാണോ അതോ അവസരവാദപരമായ നിലപാടുകളാണോ ഇതെന്ന ചോദ്യം അവശേഷിക്കുന്നു. AACC ജനറൽ സെക്രട്ടറിയും ആലപ്പുഴ MPയുമായ KC വേണുഗോപാലാണ് കോൺഗ്രസിന്റെ കേരളത്തിലെ സംഘടനാ സംവിധാനത്തെ നയിക്കുന്നത്. മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന തരൂരിൽ നിന്ന് വ്യത്യസ്തമായി പാർട്ടി സംവിധാനങ്ങൾക്കുള്ളിലാണ് വേണുഗോപാലിന്റെ പ്രവർത്തനം. മുഖ്യമന്ത്രി ആരാകുമെന്നതിനേക്കാൾ ജനവിരുദ്ധ സർക്കാരിനെ താഴെയിറക്കുന്നതിനാണ് മുൻഗണനയെന്ന അദ്ദേഹത്തിന്റെ നിലപാട് പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ഉദാഹരണമാണ്. എന്നാൽ ഈ ഒതുങ്ങിക്കൂടൽ ഒരു ദൗർബല്യമായി മാറുന്നുണ്ടോ? KC വേണുഗോപാലിന്റെ ഈ അദൃശ്യത ഒരു ഗുരുതരമായ പ്രശ്നമാണ്. ഇന്നത്തെ തിരഞ്ഞെടുപ്പുകൾ മാധ്യമങ്ങളിലൂടെയും ശക്തമായ നേതൃത്വ ആഖ്യാനങ്ങളിലൂടെയുമാണ് വിജയിക്കുന്നത്. ജനങ്ങളോട് നേരിട്ട് സംവദിക്കാനും ഒരു പൊതുമുഖമായി മാറാനും അദ്ദേഹത്തിന് കഴിയുന്നില്ല. സംഘടനാ സംവിധാനങ്ങൾ മാത്രം പോരാ, ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ദൃശ്യ നേതൃത്വത്തിന്റെ അഭാവം കോൺഗ്രസിന്റെ പ്രചാരണ ശക്തിയെ ഗണ്യമായി ദുർബലപ്പെടുത്തുന്നു. ഒടുവിൽ ഓർഗനൈസേഷൻ മാത്രം കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയുമോ? 2026 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ അവരുടെ സ്വന്തം കരുത്തോ നേതൃത്വ ഗുണമോ അല്ല, മറിച്ച് പിണറായി വിജയൻ സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ്. തുടർച്ചയായി 2 തവണ അധികാരത്തിലിരുന്ന LDF സർക്കാരിനോടുള്ള ജനങ്ങളുടെ അതൃപ്തിയാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ആയുധം. ഈ ഒരു യാഥാർത്ഥ്യം ഒരു ഗൗരവമായ ചോദ്യം ഉയർത്തുന്നു. കോൺഗ്രസ് വിജയിക്കുകയാണെങ്കിൽ അത് അവരുടെ മികവ് കൊണ്ടാണോ അതോ ഭരണകക്ഷിക്കെതിരായ ജനരോഷം കൊണ്ടാണോ? മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി പ്രഖ്യാപിക്കാതിരിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു വലിയ തന്ത്രപരമായ വീഴ്ചയാണ്. ഇത് പാർട്ടിക്കുള്ളിലെ ആഴത്തിലുള്ള ചേരിപ്പോരിനെയും ഐക്യമില്ലായ്മയെയും തുറന്നുകാട്ടുന്നു. ശക്തമായ ഒരു നേതാവിനെ ഉയർത്തിക്കാട്ടാൻ കഴിയാത്തത് വോട്ടർമാർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കും. ഇത് LDFന് ഒരു വ്യക്തമായ മേൽക്കൈ നൽകുകയും ചെയ്യും. ഒരു ദൃശ്യ നേതൃത്വ ആഖ്യാനമില്ലാതെ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രദമായി ജയിക്കാൻ കഴിയുമോ? ചുരുക്കത്തിൽ 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ നിലനിൽപ്പിന്റെ അവസാനത്തെ പോരാട്ടമാണ്. ഈ തിരഞ്ഞെടുപ്പ് ഫലം കേരളത്തിന്റെ മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ കോൺഗ്രസിന്റെ ഭാവിയെ നിർണ്ണയിക്കും. സംഘടനാ സംവിധാനവും ഭരണവിരുദ്ധ വികാരവും വോട്ടാക്കി മാറ്റാൻ അവർക്ക് കഴിയുമോ? അതോ ദേശീയ തലത്തിലുള്ള തകർച്ചയുടെ പൂർണ്ണതയായി കേരളത്തിലെ ഫലം മാറുമോ? ശശി തരൂരും KC വേണുഗോപാലും ഈ അഗ്നിപരീക്ഷ വിജയകരമായി പൂർത്തിയാക്കുമോ? അതോ ചരിത്രം അവരെ ഒരു ദുർബല കോൺഗ്രസിന്റെ ദുർബല നേതൃത്വമായി രേഖപ്പെടുത്തുമോ? കാലം കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു.